കുട്ടി എൻ്റെ വക നിങ്ങൾക്ക്. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഒരുപാട് കാലായി നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് ഇന്നൊരാട്ടിൻകുട്ടിയെ ഹദിയ കിട്ടിയിട്ടുണ്ട്, നമ്മളിത് പാചകം ചെയ്യല്ലേ. സ്വഹാബത്തിന് വളരെ സന്തോഷമായി. കുറേ ദിവസമായി വിശന്ന് കഴിയുന്നു. സ്വഹാബത്ത് പറഞ്ഞു, ആവാം. നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇത് വേവിക്കാനുള്ള ഏർപ്പാട് നോക്കിക്കോ, പാചകം ചെയ്യാനുള്ള ഏർപ്പാട് നോക്കിക്കോ. അപ്പോഴാണ് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അലയ്യദ്ബുഹാ, അത് അറക്കുന്ന കാര്യം ഞാൻ ഏറ്റുവാണ്. അപ്പൊ വേറൊരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അലയ്യസൽഹുഹാ, നീ അറക്കുമെങ്കിൽ തോല് പൊളിക്കുന്ന കാര്യം, തൊലിയുരിയുന്ന കാര്യം ഞാൻ ഏറ്റു. അത് തോല് പൊളിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. വേറൊരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അലയ്യഖതുഹാ, അത് വെട്ടി നുറുക്കി കഷ്ണിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അലയ്യഖതുഹാ, ഞാനത് മുറിച്ചു തരാം, കഷ്ണിച്ചു തരാം. മൂന്നാമൻ അത് പറഞ്ഞപ്പോൾ നാലാമൻ എഴുന്നേറ്റ് പറയുന്നു, സഹാബത്തിന്റെ ഇടയിലാണ് ഈ ചർച്ച. നാലാമത്തെ ആൾ എഴുന്നേറ്റിട്ട് പറയുന്നു, അലയ്യത്വബുഹാ, അത് ചൂടാക്കുന്ന വേവിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, പാചകം ഞാൻ ഏറ്റെടുത്തു. എനിക്ക് അത് നന്നായിട്ട് അറിയാം പാചകം ചെയ്യാൻ, ഞാൻ പാചക കല അറിയുന്നവനാണ്, ഞാൻ പാചകം ചെയ്തോളാം എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നത്. ശരിക്ക് ശ്രദ്ധിച്ചോ, ആ നേതാവ് അള്ളാഹുവാണ് തനിക്ക് അധികാരം നൽകിയത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അതാ ഒട്ടും അഹങ്കാരമില്ല. ആ നേതാവ് എഴുന്നേറ്റിട്ട് പറയുന്നു, നീ അറുക്കുമല്ലേ, നീ ഇതിനെ അറവ് നടത്തുമല്ലേ, നീ അറക്കും, അതെ, നീ കഷ്ണിക്കും, നീ തൊലിയുരിയും, നീ വേവിക്കും. എന്നാൽ ഇതൊക്കെ നടക്കണമെങ്കിൽ മറ്റൊരു സംഗതിയും കൂടെ വേണം, അത് ഞാൻ ഏറ്റെടുക്കട്ടെ. സ്വഹാബത്ത് ഇങ്ങനെ പ്രതീക്ഷിക്കുക, എന്താ മുത്തുനബി പറയുന്നത്? അവിടുന്ന് മുത്തുനബി പറയാൻ, വേവിക്കണമെങ്കിൽ വിറക് വേണ്ടേ, അലയ്യ ജംഉഹ ത്വബിഹാ, ഇത് വേവിക്കാനുള്ള വിറക് കാട്ടിൽ പോയി ശേഖരിക്കുന്ന പണി ഞാൻ ഏറ്റുകൊള്ളാം. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ ഇതങ്ങ് പറഞ്ഞപ്പോ സഹാബത്ത് പറഞ്ഞു, നബിയേ വേണ്ട വേണ്ട, അഫ്വൻ യാ റസൂലല്ലാഹ്, നബിയേ സോറി, ക്ഷമിക്കണം തങ്ങളെ, ഞങ്ങള് ആ പണി ഞങ്ങൾ എടുക്കാത്തത് കൊണ്ടല്ല, അത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വരാത്തത് കൊണ്ട് പറഞ്ഞതാ, അത് തങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. നബിയെ, ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് തങ്ങളുടെ പണി ഞങ്ങൾ അങ്ങ് എടുത്തോളാം, തങ്ങൾ ഒരിക്കലും വിറകേട്ടാൻ പോയരുത്, ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ചെയ്തോളാം. ഞങ്ങൾ ഒരുമിച്ചൊരു പോക്ക് പോയാൽ പെട്ടെന്ന് വിറകാവും, തങ്ങൾ ഇവിടെ ഇരിക്കാം, തങ്ങൾ ഒരു കാരണവശാലും വിറക് കെട്ടാൻ പോരാൻ പാടില്ല. ആ സമയത്താണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്നി അഅലമു അന്നകും സതക്ഫൂനനിയൽ അമൽ, നിങ്ങൾ എന്നോട് സഹകരിക്കും, ഞാൻ ചെയ്യേണ്ട പണി നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടല്ല, വലാകിന്നി അക്റഹു അൻ അതമയ്യസ ഫീകും, നിങ്ങളിൽ ഒരു പ്രത്യേക കസേരയിൽ ഇരുന്ന് ഇങ്ങനെ ഒരാളായിട്ടിരിക്കാൻ, അല്ലേ, ഒരാളായിട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, വ്യതിരിക്തനായിരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അതുകൊണ്ട് എനിക്കിഷ്ടം ഞാൻ ജനകീയനാവാനാണ്, ഇറങ്ങാൻ, സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം സഹാബത്ത് റസൂലുള്ളാഹി ആദരിക്കും, അത് വേറെ വിഷയം. പക്ഷെ റസൂലുള്ളാഹിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എന്നെങ്ങനെ ആദരിക്കണം, എൻ്റെ കാര്യങ്ങളൊക്കെ സഹാബത്ത് ചെയ്തു തരണം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കും, അത് മറ്റൊരു മുഖം. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ജനങ്ങളിലേക്ക് ഏത് സമയത്തും ഇറങ്ങാൻ തയ്യാറായിരുന്നു. പലപ്പോഴും ഇതിനുള്ള ഉദാഹരണങ്ങൾ നബിതങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പലതായി സംഭവിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, അള്ളാഹുവാണ് എന്നെ നേതാവാക്കിയത് എന്ന് ചിന്താഗതിയുള്ള ഒരാള്, അയാൾ ഒരിക്കലും കസേരയിൽ ഇരുന്ന് ഇങ്ങനെ സുഖിക്കൂല, അയാൾക്ക് ഒരിക്കലും അഹങ്കാരം കുടുങ്ങൂല, ഒരു കാരണവശാലും അഹങ്കാരിയാവൂല, കല്ലുവച്ച അഹങ്കാരിയാവുന്ന ഒരവസ്ഥ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവൂല. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞ അല്ലാഹുവിന്റെ അടിമകൾ, പടച്ചോനെ മനസ്സിലാക്കിയ അടിമകൾ, അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അവർ ഭൂമിയിലൂടെ അഹങ്കാരമില്ലാതെ വിനയപൂർവം സഞ്ചരിക്കുന്നവരാണ്. വിനയപൂർവം ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അടിമകൾ, അവർക്ക് അഹങ്കാരം ഉണ്ടാവില്ല.
അവർക്ക് ഹെഡ് വെയിറ്റ് ഉണ്ടാകൂല, തലക്കനുണ്ടാവൂല. അവരാരുടെ മുമ്പിൽ ഒതുങ്ങും. ഒതുങ്ങാത്ത ശീലം അവർക്കുണ്ടാകൂല. ആർക്കും പിടിച്ചാ കിട്ടാത്ത ഒരു മൂക്കയറില്ല കാളയായിരിക്കൂല ഒരു വിശ്വാസി. ഒരു വിശ്വാസിക്ക് എപ്പോഴും ഒതുക്കം അവന്റെ മുഖമുദ്രയാണ്. അതവനെ തിരിച്ചറിയാനുള്ള ഐഡന്റിറ്റിയാണ് ഒതുക്കം. ആളെങ്ങനെയാ? ഒതുക്കം ഉണ്ടോ അതോ കല്ലു വെച്ച അഹങ്കാരം ഉണ്ടെങ്കിൽ ആള് വിശ്വാസിയല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അണുമണിയോളം കിബറുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കാൻ പ്രയാസപ്പെടും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, എല്ലാം ഞാനാണ്, എന്നെ വെല്ലാൻ ലോകത്തൊരാളുമില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യന് പിഴവ് പറ്റുന്നത്. അവിടെയാ മനുഷ്യൻ പിഴക്കുന്നത്. എന്നെ വെല്ലാൻ ലോകത്തൊരാളുമില്ല, എല്ലാം ഞാനാണെന്ന തോന്നൽ മനസ്സിൽ കടന്നുകൂടുമ്പോൾ, അങ്ങനെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ആ തോന്നൽ മനസ്സിൽ കടന്നുകൂടുമ്പോൾ അത് അപകടമാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അൻ റആഹു ഇസ്തഗ്നാ. കല്ലാ, വേണ്ട, ഇന്നൽ ഇൻസാന ലയത്ഗാ, നിശ്ചയം മനുഷ്യൻ പിഴക്കുന്നത്, മനുഷ്യൻ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത്, ലക്ഷ്യത്തിൽ നിന്ന് മാറിക്കളയുന്നത് എപ്പോഴാണെന്നറിയോ? അൻറആഹുസ്തഗ്നാ, സ്വന്തത്തെ പറ്റി അവൻ സ്വയം പര്യാപ്തനാണെന്ന് തോന്നുമ്പോഴാണ്. അൻറആഹുസ്തഗ്നാ, 10 ആളും 10 ഉറുപ്പയും കയ്യിലുണ്ടെങ്കിൽ പിന്നെ എനിക്കാരെ പേടിക്കണം? ഈ മാനസികാവസ്ഥ എന്നുണ്ടോ മനുഷ്യൻ മൃഗവും മനുഷ്യനും അല്ലാത്തൊരു സാധനവും. അവനെ നിയന്ത്രിക്കാൻ പിന്നെ ലോകത്തൊരാൾക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. സാമ്പത്തിക ബലവും ആൾബലവും ഇത് രണ്ടും ഉള്ളതിന്റെ പേരിൽ തണ്ട് കാട്ടാൻ ഒരുങ്ങിയാൽ പിന്നെ അയാളെ നിയന്ത്രിക്കാൻ ഒരാൾക്കും കഴിയില്ല. സത്യമാണത്. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അൻ റആഹു ഇസ്തഗ്നാ. സൂറത്തുൽ അലഖ് 6-7 വചനങ്ങൾ. ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്കറിയാൻ, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഫറോവക്ക് പറ്റിയ അബദ്ധം, അല്ലേ? ഫറോവ മനസ്സിലാക്കി ഞാനാണെല്ലാം. നോക്ക് നിങ്ങൾ, സൂറത്തു സുഖ്റുഫിൽ ഫറോവ പറയുന്നത് കാണാം, വനാദാ ഫിർഔനു ഫീ ഖൗമിഹി ഖാല യാ ഖൗം. നോക്കിക്കോളൂ, വനാദാ ഫിർഔനു ഫീ ഖൗമിഹി. ഫിർഔൻ തന്റെ ജനതയിൽ വിളംബരം നടത്തി, വിളിച്ചു പറഞ്ഞു, ഉറക്ക വിളിച്ചു പറഞ്ഞു. ഫിർഔൻ വനാദാ ഫീ ഖൗമിഹി, ഫിർഔൻ തന്റെ ജനതയിൽ വിളംബരം നടത്തി. ഖാല, അഹങ്കാരപൂർവം അവൻ നടത്തിയ വിളംബരം എന്താണ്? യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. എന്താ ചോദിച്ചത്? യാ ഖൗമി, എന്റെ നാട്ടുകാരെ, എന്റെ ജനതേ, നിങ്ങൾ കാണുന്നില്ലേ? അലൈസ ലീ മുൽക്കു മിസ്ർ, ഈ മിസ്റിന്റെ അധികാരം എനിക്കല്ലയോ? ഫറോവ ചോദിക്കാൻ, ഈ മിസ്റിന്റെ, ഈജിപ്തിന്റെ അധികാരം എനിക്കല്ലയോ? അലൈസ ലീ മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എന്റെ കീഴിലല്ലേ ഈ നദികളടക്കം ഒഴുകുന്നത്? ഇതടക്കം ഒഴുകുന്നത് എൻ്റെ കീഴിലല്ലേ എന്ന് പറഞ്ഞാൽ, മിസ്റിന്റെ പരിധിയിൽപ്പെട്ട ഈ നദി ഒഴുകുന്നത് പോലും എൻ്റെ അറിവോടെയും എൻ്റെ തീരുമാനത്തോടെയും ആണ് എന്ന് അഹങ്കാരം പറയാൻ തുടങ്ങി. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. നിങ്ങൾ കാണുന്നില്ലേ ഇതൊക്കെ? എൻ്റെ അധികാര പവർ നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ട് ഇതെന്തിനാ പറഞ്ഞത് അറിയോ? നോക്കിക്കോ, ഇതെന്തിനാ പറഞ്ഞത്? ഇതിന്റെ മുമ്പ് പറയുന്നുണ്ട്, മൂസാ നബി അലൈഹിസ്സലാം കടന്നു വന്നിട്ട്, മൂസാ നബി അലൈഹിസ്സലാം അതാ തന്റെ കയ്യിലുള്ള വടി, ആ അത്ഭുത വടി കാണിച്ചിട്ട്, മുഅ്ജിസത്ത് കാണിച്ചിട്ട്, വിശ്വസിക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ് വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോഴാ ഇവൻ കൂട്ടുകാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞത്, നിങ്ങൾ എന്താ പറയുന്നത്? ഈ മൂസയും ഞാനും, ആനയും അണ്ണാനും തമ്മിലുള്ള അന്തരമില്ലേ? എനിക്ക് ഈ മിസ്റിന്റെ അധികാരമുള്ള അധികാരിയല്ലേ ഞാൻ? ഇവിടുത്തെ രാജാവല്ലേ ഞാൻ? ഈ നദികൾ ഒഴുകുന്നത് എന്റെ കീഴിലല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ പറയാൻ, അതുകൊണ്ട് നിങ്ങൾ കാണുന്നില്ലേ എന്റെ ഈ പ്രൗഢി? എന്റെ ഈ പ്രൗഢി നിങ്ങൾ കാണുമ്പോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അം അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീൻ,
ഈ നികൃഷ്ടനായ, ഈ നിസ്സാരനായ, അതിനിസ്സാരനായ ഇവനേക്കാൾ ഞാനാണോ ഉന്നതൻ? അതല്ല, ഇവനാണോ ഉന്നതൻ? ഇവനേക്കാൾ ഞാൻ ഉന്നതനല്ലയോ? വലാ യകാദു യുബീൻ. എന്തിനധികം ഇവൻ നിസ്സാരനാണെന്ന് മാത്രമല്ല, ഇവൻ അധികാരമില്ല എന്ന് മാത്രമല്ല, ഇവന് കാശില്ല എന്ന് മാത്രമല്ല, ഇവൻ ആൾബലമില്ല എന്നത് മാത്രമല്ല, വലാ യകാദു യുബീൻ, മര്യാദക്കൊന്ന് തൊള്ള തുറന്ന് സംസാരിക്കാൻ ഇവന് പറ്റോ? വലാ യകാദു യുബീൻ, സ്ഫുടമായൊന്ന് സംസാരിക്കാൻ പോലും പറ്റാത്തവൻ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാം. ചെറുപ്പത്തിൽ ഫറോവയുടെ കൊട്ടാരത്തിൽ പോറ്റുപുത്രനായി വളർന്നതാണല്ലോ, എല്ലാവർക്കും അറിയാം. അന്ന് ഫറോവ കൊന്നുകളയാൻ പലപ്പോഴും തീരുമാനമെടുത്തതാ. പക്ഷേ ആസിയ ബീവിയുടെ നിർബന്ധത്തിന് വളർത്തിക്കൊണ്ടുവന്നു. അതിനിടയിലാണ് ഒരിക്കൽ ഫറോവയുടെ താടിയിൽ കടന്നു പിടിച്ചു ഈ കുട്ടി. കാരണം എന്തേ? ഫറോവയെ തിരുത്താൻ വേണ്ടി അള്ളാഹു വളർത്തുന്ന കുട്ടിയാ. അപ്പൊ അന്ന് തന്നെ തുടങ്ങി തിരുത്താൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ താടി പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. എടാ ധിക്കാരി, ഇത് നടക്കൂലട്ടോ. അപ്പോഴാ ഫറോവ പറഞ്ഞത്, ആസിയ ബീവിയെ വിളിച്ചിട്ട്, ആസിയ, ഞാൻ നിന്നോട് പറയുന്നുണ്ട്, ഒരു ആൺകുഞ്ഞ് വന്നാൽ അവനിലൂടെ എൻ്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് ഇവിടെ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ജ്യോത്സ്യന്മാർ പ്രവചിച്ചു കഴിഞ്ഞതാ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് മക്കളെ ഈ ഫറോവ കൊന്നുകളഞ്ഞിട്ടുണ്ട്, ആൺകുട്ടികളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്, ജനിക്കുന്ന കുഞ്ഞുങ്ങളെ, ഇസ്രായേല്യർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൻ പറയാൻ, അല്ല ആസിയ, നിന്റെ നിർബന്ധത്തിനാ ഞാൻ ഇത് പോറ്റി വളർത്തുന്നത്. എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഇവൻ തന്നെയാണോ ആ കുഞ്ഞൻ. പലപ്പോഴും ഇങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പൊ കണ്ടോ, ഇവൻ എൻ്റെ താടിക്ക് പിടിച്ച് കയറി പിടിച്ചിരിക്കുകയാണ്. ഇന്ന് വരെ ഒരു കുട്ടിക്കും ധൈര്യം വന്നിട്ടില്ല മഹാരാജാവായ എൻ്റെ താടിക്ക് പിടിക്കാൻ. അപ്പോഴാസിയ ബീവി പറഞ്ഞു, നിങ്ങൾ ഇത്ര വലിയ പൊട്ടനാണോ? എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുട്ടി, ആ കുട്ടി നിങ്ങളെ താടിയിൽ പിടിച്ചെങ്കിൽ അതൊരു തെറ്റാണോ? ആ കുട്ടിക്ക് എത്ര കണ്ട് വിവേകമുണ്ട് എന്ന് പരിശോധിക്കാൻ ഒരു തളികയിൽ സ്വർണ്ണക്കട്ടി വെച്ചു കൊടുക്ക, ഒരു തളികയിൽ തീക്കട്ടയും വെച്ചു കൊടുക്ക. ഏതാ കുട്ടിയെ എടുക്കാൻ നോക്കുക? സ്വർണ്ണക്കട്ട എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുട്ടിയെ കൊന്നുകളഞ്ഞു. തീക്കട്ടയായി എടുക്കുന്നതെങ്കിൽ കുട്ടിക്ക് വിവേകമില്ല എന്ന് ഉറപ്പിച്ചല്ലോ. അങ്ങനെയാണ് ഫറോവ പറഞ്ഞത്, എങ്കിൽ പിന്നെ അങ്ങനെ ഒരു ടെസ്റ്റ് നടത്താം. ടെസ്റ്റ് നടത്തി. മൂസാ നബി അലൈഹി സ്വലാം സ്വർണ്ണക്കട്ട എടുക്കാനാ പോയത്. കാരണം ഇത് സാധാ കുട്ടിയല്ലല്ലോ. പക്ഷേ ജിബ്രീൽ അലൈഹി സ്വലാം വന്നു. കാരണം അതെടുത്ത ആള് അവിടെ അന്ത്യ. അപ്പൊ എന്ത് ചെയ്തു? ജിബ്രീൽ അലൈഹി സ്വലാം കൈ ഇങ്ങോട്ട് തട്ടിയിട്ട് ഈ തീക്കട്ട എടുപ്പിച്ചു. തീക്കട്ട എടുത്ത് വായിലിട്ടു, പെട്ടെന്ന് തുപ്പിക്കളഞ്ഞു. അന്ന് നാക്കിനേറ്റ ശക്തമായൊരു പൊള്ളൽ, ആ പൊള്ളൽ കാരണമായിട്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് ശക്തമായൊരു വിക്കുണ്ടായിരുന്നു. വിക്കി മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അന്നേറ്റ പൊള്ളലായിരുന്നു. അപ്പോഴാണ് അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചു എന്ന് വിവരം കൊടുത്തപ്പോൾ ആദ്യം പറഞ്ഞ കേസ് ഇതാണ്, പടച്ചോനെ, കാര്യങ്ങളൊക്കെ എനിക്ക് അവതരിപ്പിക്കാം, അതിനുള്ള സാമർഥ്യവും വിവരവും നീ എനിക്ക് തന്നു, പക്ഷെ ഇത് പറയാൻ നാക്കില്ല. വിക്കി പറയുമ്പോൾ അത് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠൻ ഹാറൂൻ അലൈഹിസ്സലാം, എൻ്റെ ഇക്കാക്കനെയും കൂടെ നബിയാക്കി പറഞ്ഞേക്കുകയാണെങ്കിൽ ഹു അഫ്സഹു മിന്നി, ഇക്കാക്കക്ക് എന്നെക്കാൾ വാചാലതയുണ്ട്, പ്രസംഗിക്കാൻ ഇക്കാക്കയുണ്ടാവുമല്ലോ സഹായത്തിന്. അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ മൂസാ നബി ദുആരന്നു, റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാക്കിലെ കെട്ടഴിക്കണേ റബ്ബേ, എൻ്റെ നാക്കിൻ്റെ കെട്ടഴിച്ചു തരണം, വിക്ക് തീർത്തു തരണം. ആ ദുആ മൂസാ നബി അലൈഹി സ്വലാം നടത്തിയതോടുകൂടെ മൂസാ നബി അലൈഹി സ്വലാമിന് ആ പ്രശ്നം തീർന്നു. പിന്നെ മൂസാ നബി അലൈഹി സ്വലാം നന്നായിട്ട് സംസാരിച്ചിരുന്നു. ഈ സംഭവത്തെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവൻ ഈ പറയുന്നത്, ഒന്ന് മര്യാദക്ക് തൊള്ള തുറന്നൊന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ, വാ തുറന്നൊന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത ഇവനെയാണോ എന്നേക്കാൾ വലിയ നേതാവെന്ന് ഞാൻ വിശേഷിപ്പിക്കേണ്ടത്? എൻ്റെ കീഴിലല്ലേ ആള്, എൻ്റെ കീഴിലല്ലേ പണം. ഫലൗലാ ഉൽഖിയ അലൈഹി അസ്വിറത്തും മിൻ ദഹബിൻ ഔ ജാഅ മഅഹുൽ മലായികതു മുഖ്തരിനീൻ. സൂറത്തു സുഖ്റുഫ്, ആ സൂറത്തു സുഖ്റുഫിന്റെ 51 മുതലുള്ള വചനങ്ങളാണ് ഞാൻ ഈ വായിക്കുന്നത്. ഇവനിങ്ങനെ പറയാ, അങ്ങനെ അന്നൊക്കെ രാജാക്കന്മാർ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ഒരാളെ അധികാരം കൊടുത്ത് അയക്കുകയാണെങ്കിൽ, നാട്ടിന്റെ പ്രതിനിധികളായി അയക്കുകയാണെങ്കിൽ, ഇഷ്ടംപോലെ സ്വർണ്ണ വളകൾ ഈ പ്രതിനിധിക്ക് ധരിപ്പിക്കും. എന്നിട്ടോ കൂടെ ഒരു വലിയ സംഘവും ഉണ്ടാകും, ഒരു മനുഷ്യപ്പട ഇയാളുടെ അംഗരക്ഷകരായിട്ട്. ഇങ്ങനെയൊക്കെയാണ് വിടാറുള്ളത് അന്ന് രാജാക്കന്മാർ. ആ സ്വഭാവം വെച്ചിട്ട് ഫറോവ പറയാൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ആകാശത്തിന്റെ അധിപൻ,
നമ്മളിലേക്ക് പ്രവാചകരായി പറഞ്ഞയച്ചതാണത്രേ. ഫലൗലാ ഉൽഖിയ അലൈഹി അസ്വിറത്തും മിൻ ദഹബ്. എന്നിട്ടെന്താ ഇവന് കനകവളകളില്ലാത്തത്? സ്വർണവളകൾ വേണ്ടേ ഇവന്? വളകളൊന്നും വിട്ടുകൊടുത്തിട്ടില്ലല്ലോ. ഔ ജാഅ മഅഹുൽ മലായികത്തു മുഖ്തരിനീൻ. ഇവൻ അകമ്പടിയായി മലക്കുകൾ വരാതിരുന്നതെന്തേ? അള്ളാഹു മലക്കുകളെ ഇവൻ അകമ്പടിയായി, ഇവൻ സത്യസന്ധനായ പ്രവാചകനാണെന്ന് തെളിയിച്ചുകൊണ്ട് ഒരു കൂട്ടം മലക്കുകളുടെ അകമ്പടിയോടെയല്ലേ ഇവൻ വരേണ്ടത്? എന്താ ഇങ്ങനെയൊക്കെ ഇവന്റെ ഖൗമിന്റെ മുമ്പിൽ സംസാരിക്കാൻ കാരണം? കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ കൂടെ മലക്കുകൾ അകമ്പടി വന്നിട്ടുണ്ടോ? അവർക്ക് കനകവളകൾ ലഭിച്ചിരുന്നോ? അതൊക്കെ ചോദ്യാണ്. അതൊന്നും ചോദിക്കൂല. കാരണം ഫസ്തഖഫ ഖൗമഹു, താൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജനത പൊട്ടന്മാരാണെന്നവൻ മനസ്സിലാക്കി. ഫസ്തഖഫ ഖൗമഹു, തന്റെ ഖൗമിനെ വളരെ നിസ്സാരരാണെന്ന് മനസ്സിലാക്കി, അവർ വിവേകം കുറഞ്ഞവരാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ വിടുവായുത്വം അവരുടെ മുമ്പിൽ പറയുന്നത്. ഫാതാഉ, അങ്ങനെ അവർ അവനെ അനുസരിക്കുകയും ചെയ്തു. അതേ മഹാരാജാവേ, ഞങ്ങളൊക്കെ നിങ്ങളെ പിന്നാലെയാണ്. ഒരിക്കലും മൂസക്ക് സ്ഥാനം വരാൻ പാടില്ല. ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ, നിശ്ചയം അവര് ദുർമാർഗികളായിരുന്നു ഇവന്റെ ജനത. അതുകൊണ്ടാണ് അവർ ആ രാജാവിന് പിന്തുണ പ്രഖ്യാപിക്കാനുണ്ടായ കാരണം. ഫലമ്മ ആസഫൂന, അങ്ങനെ അവർ നമ്മളെ വെറുപ്പിച്ചപ്പോൾ, ഫറോവയും കൂട്ടരും നമ്മളെ വെറുപ്പിച്ചപ്പോൾ, ഇന്തഖംനാ മിൻഹും, നമ്മൾ അവരോട് മധുര പ്രതികാരം വീട്ടി. ഫഅഗ്റഖ്നാഹും അജ്മഈൻ, അവരെ മുഴുവനും നമ്മൾ ചെങ്കടലിലിട്ട് മുക്കിക്കൊന്നു. പടച്ചോൻ പറയുന്നു അവരുടെ നേതാവ് ഫറോവ, ആ ഫറോവയെ ഇവിടെ ഭൂമിയിൽ ജീവിപ്പിച്ചു. അള്ളാഹു അങ്ങനെ തന്നെ പറയുന്നു, ബാക്കി വെച്ചു, ജീവിപ്പിച്ചു എന്നല്ല, ബാക്കി വെച്ചു. അവന്റെ ശരീരം ഇന്നും ബാക്കി കിടക്കുന്നു. അല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ വീഡിയോയിലൂടെ നിങ്ങൾ ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. വീഡിയോ ചിത്രം, പല്ലുന്തിക്കിടക്കുന്ന ഈ ഫറോവ ധിക്കാരിയുടെ ജഡം അള്ളാഹു ഒരു വലിയ ഗുണപാഠമാക്കി വെക്കും. ലിൽ ആഖിരീൻ, ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് പാഠമാക്കി വെക്കുന്ന അള്ളാഹ് പറഞ്ഞതാ. അതിവിടെ നശിക്കൂല, അത് നശിച്ചു പോകൂല, അതിവിടെ കിടക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫജഅൽനാഹും സലഫൻ വമസലൻ ലിൽ ആഖിരീൻ. എന്തേ ഈ അഹങ്കാരമൊക്കെ വരാൻ കാരണം? എന്തേ അള്ളാഹുവിനെതിരെ ഇവർ തിരിയാൻ കാരണം? അള്ളാഹു അൽ മലിക്കു ജല്ല ജലാലു ആണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ട്. തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അസംബന്ധം ഒരിക്കലും ഇവരിൽ നിന്ന് സംഭവിക്കുകയില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ അങ്ങ് വന്നാൽ സുഹ്റൂഫിന്റെ 51, 52 മുതൽ 55 വരെയുള്ള ആയത്തുകള്, അവരുടെ അന്ത്യം വരെ എത്തുന്ന ആയത്തുകള്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ച് കേൾപ്പിച്ചു. നമ്മൾ പഠിക്കണം ഇതിൽ നിന്ന് പാഠം. ഖാറൂൻ മുതലാളി സമ്പത്തിന്റെ തണ്ട് കാട്ടിയവനാ. അൽ മലിക്കു ജല്ല ജലാലു എന്ന് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് 10 റുപ്യ ഉണ്ടായപ്പോ ഇവൻ തണ്ട് കാണിച്ചത്. ആരായിരുന്നു ഖാറൂൻ മുതലാളി? നിങ്ങൾ ചിന്തിച്ചു നോക്ക. ഖാറൂൻ മുതലാളി മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളിൽപ്പെട്ടയാളാണ്. ഈ ഖാറൂനെ ഭൂമി പിടിച്ച് വിഴുങ്ങി എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഖാറൂനെ ഭൂമി പിടിച്ച് വിഴുങ്ങി എന്ന് കേൾക്കുമ്പോ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഈ ഖാറൂൻ കാഫിറാണെന്ന് മനസ്സിലാക്കിയോ? ഇല്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിച്ച് ഒപ്പം നിന്നിരുന്നവനാണ് ഖാറൂൻ. കാഫിറല്ല. ഖാറൂൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ടയാളാ. പക്ഷേ കാശ് കൂടിയപ്പം മൂസാ നബി അംഗീകരിക്കാനാവൂല, നേതാവിനെ ധിക്കരിച്ചു. അതാണ് ഖാറൂൻ മുതലാളിക്ക് പറ്റിയ കുഴപ്പം. ഇത് വിശുദ്ധ ഖുർആൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. ആ സംഭവം ഞാൻ പറയുന്ന എല്ലാ അർത്ഥത്തിലും നമുക്ക് ഉപകരിക്കും. ചെറുതായിട്ട് ഖുർആൻ പറഞ്ഞ ആ സംഭവം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു തരാം. ചെറുതായിട്ട് നമുക്ക് പറയാം. കിടക്കുമ്പോൾ മലക്കുകൾ നമ്മളെ സ്വീകരിക്കുകയാണ് സ്വർഗത്തിൽ, അല്ലേ? നമ്മൾ വിമാനത്തിലേക്കാട് കയറി ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നതാണ്, വിമാനത്തിലെ ജീവനക്കാർ നമ്മളെ സ്വാഗതം ചെയ്യുന്നു എന്നതുപോലെ സ്വർഗത്തിലേക്ക് അങ്ങ് കിടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് സലാം. ആ സലാം കേട്ട് സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമയം കഴിഞ്ഞു തുടങ്ങി. ഒരുപാട് പറയാനുള്ള ഒരു ഇസ്മാണ് തുടങ്ങി വെച്ചതും. ഒരു 1/4 മണിക്കൂർ സമയം കൂടെ ബാക്കിയുണ്ട്. അതിൻ്റെ ഇടയിൽ ആവാസെ ഖുർആൻ ഫൗണ്ടേഷൻ ഇറക്കിയ CD എല്ലാം കൂടെ കൊണ്ടുവരുന്നില്ല, ഒരു CD
ഇന്നലെ സൂറത്തുൽ മആരിജ് തന്നു. ഇന്ന് എല്ലാ വിഷയങ്ങളും അതുപോലെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അടങ്ങിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറയാണ് സൂറത്തുൽ മുത്തഫിഫീൻ. വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന് പറയുന്ന അധ്യായം. അതിൻ്റെ CD ഉണ്ട്. പരമാവധി എല്ലാവരും അത് വാങ്ങണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അത് ഇന്നലെ പറഞ്ഞതുപോലെ എല്ലാവരും വാങ്ങുക എന്ന ലക്ഷ്യത്തിലല്ല, ഒരു 10 ആൾ ഒന്നെങ്കിലും വാങ്ങിയിട്ട് പരസ്പരം കൈമാറിയിട്ട് അത് കേൾക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹു തആല നമുക്ക് കേൾക്കാനും പറയാനും നന്നാവാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞാൽ നബി തങ്ങൾ ചൊല്ലാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻക സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്നൊക്കെ ചൊല്ലിയിരുന്നു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. സ്വർഗത്തിന്റെ നാമം തന്നെ എന്താ? സ്വർഗത്തിന്റെ നാമം തന്നെ എന്താ? ദാറുസ്സലാം. അതാവാദ് ഖിൽനാ ദാറസ്സലാം, ഞങ്ങളെ രക്ഷയുടെ ഭവനത്തിൽ പ്രവേശിപ്പിക്കണേ, സുരക്ഷാ ഭവനത്തിൽ ഞങ്ങളെ കടത്തണേ. സുരക്ഷയുടെ ഭവനം എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത് ഏതു മാത്രമേ ഉള്ളൂ? സ്വർഗം. ഇവിടെ എത്ര വലിയ സുഖം ഉണ്ടായാലും അയാൾക്ക് ബേജാറാ, പടച്ചോനെ നഷ്ടപ്പെടുവോ അല്ലേ? ഇവിടെ എല്ലാ സൗകര്യങ്ങളുടെയും മുകളിൽ പറന്ന് കിടന്നിട്ട് കാര്യമല്ല, നടന്നിട്ട് കാര്യമല്ല. എല്ലാ സൗകര്യങ്ങളുടെയും മുകളിൽ പുതപ്പ് മൂടി ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ ഒരാൾക്കും ധൈര്യമല്ല, പടച്ചോനെ നാളെ കുത്തുപാളി എടുത്ത് നടക്കേണ്ടി വരുമോ? എന്നേക്കാൾ വലിയ മുതലാളിമാരൊക്കെ റോട്ടിലിറങ്ങി കുത്തുപാള എടുത്തിട്ടുണ്ട്. കാരണം അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ തെളിവാണ്. പലരും കുത്തുപാള എടുത്ത് നടക്കുന്നുണ്ട്. എനിക്കിത് എപ്പോഴാ പോകുക എന്നറിയില്ല, അല്ലെങ്കിൽ ഇതിവിടെ ബാക്കി വെച്ച് ഞാൻ മരിക്കുമോ, അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ ബാക്കിയാവുമോ, ഇതൊക്കെ പേടി തന്നെയാണ്. എന്നാൽ സ്വർഗത്ത് കടന്ന ഇപ്പം പേടില്ല. ഞാൻ മരിക്കുന്നും പേടിയില്ല, എൻ്റെ സൗകര്യം മരിക്കുന്നും പേടിയില്ല. എന്തൊരു ലോകം! ദാറുസ്സലാം, ദാറുസ്സലാം, സുരക്ഷാഭവനം, രക്ഷാഭവനം. അദ്ഖിൽനാ ദാറസ്സലാം, ദാറുസ്സലാമിൽ ഞങ്ങളെ കടത്തണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വർഗത്തിന്റെ നാമം ദാറുസ്സലാം. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു. ഖുർആൻ പറഞ്ഞു, രക്ഷയുടെ വീട്ടിലേക്ക് നിങ്ങളെ വിളിക്കുന്നു. ആ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു ചെല്ലുമ്പം അവിടെ സലാമുണ്ട്. ആ അർത്ഥത്തിലും അത് സലാമിന്റെ വീടാണ്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സൂറത്ത് യാസീൻ 58. തഹിയ്യതുഹും യൗമ യൽഖൗനഹു, അവര് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന നാളിൽ അവർക്ക് കിട്ടാനുള്ള അഭിവാദ്യം സലാം, സലാമാണ്. വഅദ്ദ ലഹും അജ്റൻ കരീമ, മാന്യമായ ശമ്പളവും പ്രതിഫലവും അല്ലാഹു വേറെ ഒരുക്കി വെച്ചിട്ടുമുണ്ട്. സൂറത്തുൽ അഹ്സാബ് 44. സ്വർഗത്തിൽ വെച്ച് ഉറ്റവരെയും ഉടയവരെയും കൂട്ടുകാരെയും ഒക്കെ കണ്ടുമുട്ടുമ്പോൾ മലക്കുകൾ പറയുന്ന സുന്ദരവാക്യമാണ് സലാം. എവിടെ? നാളെ നമ്മൾ മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സ്വർഗത്തിൽ കടക്കുക. ഞാൻ പറയുന്നു, ഇതുവരെ പറഞ്ഞതൊന്നും മനസ്സിൽ തട്ടിയിട്ടില്ലെങ്കിലും ഇത് മനസ്സിൽ തട്ടും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നിങ്ങൾക്ക് സൂറത്തു സുഖ്റുഫിലെ, സൂറത്തു റഅദിലെ 24-ാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിച്ചു നോക്ക. എന്താണ് 24-ാമത്തെ ആയത്ത്? ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. അതാ സ്വർഗാവകാശികൾ സ്വർഗത്തിൽ കടക്കും. അവർ മാത്രം കടന്നതുകൊണ്ട് സന്തോഷമുണ്ടാവൂല. അപ്പോൾ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, സാലിഹീങ്ങളായ വാപ്പമാരും സ്വർഗത്തിൽ കടക്കും, സാലിഹീങ്ങളായ സന്താനങ്ങളും സ്വർഗത്തിൽ കടക്കും. വാപ്പ ഉമ്മമാരും സന്താനങ്ങളും ഇണകളും സ്വർഗത്തിൽ കടക്കും. ഭാര്യയും ഭർത്താവും മക്കളും ഉമ്മയും ഉപ്പയും ഒരുമിച്ച് സ്വർഗത്തിൽ. അല്ലാഹുവേ, ഈ മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. കുടുംബസമേതം സ്വർഗത്തിൽ ഇരിക്കാനുള്ള ഭാഗ്യം പടച്ചവനെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, തെറ്റുകുറ്റങ്ങൾ എത്ര ചെയ്താലും എന്നിട്ടോ വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മലക്കുകൾ, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, കെട്ടിയോനും കെട്ടിയോളും കുട്ടികളും വാപ്പയും ഉമ്മയും ഒക്കെ എല്ലാവരും സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം
മിൻ കുല്ലി ബാബ്. സ്വർഗത്തിന്റെ മുഴുവൻ കവാടങ്ങളും തുറന്നിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ തീന്മേശക്ക് ചുറ്റും ഇരുന്ന് വാപ്പായുടെ നേതൃത്വത്തിൽ മക്കളും പേരമക്കളും ഭക്ഷണം കഴിക്കുമ്പോ, ഉമ്മയും മരുമകളും ഭക്ഷണം കഴിക്കുമ്പോ അവിടേക്ക് മലക്കുകൾ കയറി വരുന്നു. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. എല്ലാ കവാടത്തിലൂടെയും മലക്കുകൾ കയറി വരും. എന്തിനാണ് ഇവർ കയറി വരുന്നത്? നിങ്ങളെ അനുമോദിക്കാൻ, എന്നെയും നിങ്ങളെയും അനുമോദിക്കാൻ. അവർ കടന്നു വന്നിട്ട് പറയാൻ, സലാമുൻ അലൈക്കും ബിമാ സബർതും. ഇതാണ് സലാം. സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചവരാണ് കുടുംബമേ. നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട്, എല്ലാവരും സാലിഹീങ്ങളായതുകൊണ്ട്, നിങ്ങൾ അയൽക്കാരൻ, അയാൾ സ്വർഗത്തിലുണ്ട്, അയാളെ കെട്ടിയോള് സ്വർഗത്തിലില്ല. കാരണം അയാൾ രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുമായിരുന്നു. കെട്ടിയോള് രാവിലെ കുളിക്കൂല, നിസ്കരിക്കൂല. സുബഹിക്ക് ളുഹറിന് ഉച്ചക്ക് കുളിക്കുമ്പോഴാണ് അവൾ ജനാബത്ത് കുളിക്കുക, അപ്പോഴാ നിസ്കരിക്കുക. അല്ലെങ്കിൽ മറ്റൊരുത്ത്, നിങ്ങളുടെ അതിൻ്റെയും അപ്പുറത്തുള്ള അയൽക്കാരി, അവൾ സ്വർഗത്തിലാണ്, പക്ഷേ അവളുടെ കെട്ടിയോൻ സ്വർഗത്തിലില്ല. കാരണം എന്തുകൊണ്ട്? ഈ പെണ്ണ് നേരം വെളുത്താൽ ഉടനെ എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥന നടത്തും, ഖുർആൻ ഓതും, നല്ല പെണ്ണായിരുന്നു. പക്ഷേ അവളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ അവളുടെ കെട്ടിയോന് സാധിച്ചില്ല. നിങ്ങൾ എന്തു ഭാഗ്യവാന്മാർ. സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങളുടെ അയൽപക്കങ്ങളിലൊക്കെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ വേണ്ടതും വേണ്ടാത്തതുമായ ഫിലിമുകൾ മുഴുവനും കണ്ടാസ്വദിക്കുമ്പോൾ, റിയാലിറ്റി ഷോകളുടെയും അതുപോലെ തന്നെ സീരിയലുകളുടെയും എപ്പിസോഡുകൾ കണ്ടുകൊണ്ട് സമയം കൊല്ലുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് ജീവിച്ചിരുന്നതെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിയന്ത്രണം വരുത്തി. ഉപ്പ, നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളെ തുണച്ചു, ഈ കുടുംബത്തെ രക്ഷിച്ചു. ഇന്ന് നിങ്ങളും ഭാര്യയും മക്കളും പേരമക്കളും ഒരുമിച്ച് സ്വർഗത്തിലിരിക്കുന്നു. സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾക്ക് നിങ്ങളുടെ അയൽക്കാർ കാണുമ്പോൾ നിങ്ങൾക്കും കാണാൻ മോഹമില്ലായിരുന്നോ? കൂട്ടുകാരൻ കളിച്ചപ്പോൾ നിങ്ങൾക്കും കളിക്കാൻ മോഹമില്ലായിരുന്നോ? നിങ്ങളുടെ മക്കളൊക്കെ കളിച്ച്, നിങ്ങളുടെ അയൽക്കാരന്റെ മക്കൾ കളിക്കുമ്പോൾ നിങ്ങളെ മക്കൾക്കും കളിക്കാൻ മോഹമില്ലായിരുന്നോ? അവർ നിസ്കാരം ഉപേക്ഷിച്ച് നടക്കുമ്പോൾ നിങ്ങളെ മക്കൾ അത് ഉപേക്ഷിച്ചില്ല. അതിനൊക്കെ ക്ഷമിക്കേണ്ടിയിരുന്നു. അമല് ചെയ്യണമെങ്കിലും ക്ഷമിക്കണം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിലും ക്ഷമിക്കണം. ക്ഷമിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം, സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയത്. ഇനി പേടിക്കണ്ടട്ടോ, ഇവിടുന്ന് ആരും പുറത്താക്കൂല. ഇനി ഇവിടുന്ന് ഒരു വിധ നഷ്ടങ്ങളും നിങ്ങൾക്ക് വരൂല. ആരോഗ്യത്തിന് കുഴപ്പം വരൂല. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒന്നും പേടിക്കേണ്ടതില്ല. സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾക്ക് അന്തിമമായി ലഭിച്ച, നിങ്ങളുടെ അവസാനമായി ലഭിച്ച ഈ അന്തിമ ഭവനം എത്ര നല്ല ഭവനം. എത്ര നല്ല വീട്. നിങ്ങൾ ദുന്യാവിൽ വലിയ കൊട്ടാരങ്ങളുള്ളവരായിരുന്നു, അല്ലെങ്കിൽ ദുന്യാവിൽ ചെറ്റ കുടിലുകളായിരുന്നു. രണ്ടും ഉണ്ടാവും. സ്വർഗത്തിൽ കടന്നവർക്ക് തന്നെ ദുന്യാവിൽ രണ്ടും ഉള്ളവരുണ്ടാവും. നിങ്ങൾ എത്ര വലിയ കൊട്ടാരങ്ങളിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ദുന്യാവിലെ കൊട്ടാരങ്ങൾ ഈ സ്വർഗത്തിന്റെ തിണ്ണക്കുണ്ടോ? എത്ര നല്ല വീട് നോക്ക്. നിങ്ങൾ ഇതിൽ വിരിച്ചിരിക്കുന്ന മാർബിളുകൾ, ഇതിൽ വിരിച്ചിരിക്കുന്ന ഗ്രാനൈറ്റുകൾ എത്ര വിലപിടിപ്പുള്ളതാണ്, എത്ര സുന്ദരമാണ്. ഇത്തരം സാധനങ്ങൾ നിങ്ങൾ കണ്ണുമുളച്ചിട്ട് കണ്ടിട്ടുണ്ടോ? എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നമുക്ക് സുഖസൗകര്യങ്ങൾ കിട്ടിയാൽ പോരാ, മറിച്ച് ആ സുഖസൗകര്യങ്ങൾ ആദ്യം ഇവർ വന്നിട്ട് നമ്മൾ അനുമോദിച്ചു. സലാമുൻ അലൈക്കും ബിമാ സബർതും, അഭിവാദ്യം. ഇതുകൊണ്ട് മാത്രം നമ്മൾ സന്തുഷ്ടരാവോ? ഇല്ല. ഫനിഅമ ഉഖ്ബദ്ദാർ, അതൊരു തട്ടിക്കയറ്റലാണ്. അത് ആവശ്യം അല്ലേ? നമ്മൾ നല്ലൊരു വീടെടുത്തു, ഒരു 10-40 ലക്ഷത്തിന്റെ എല്ലാ സൗകര്യമുള്ള ഒരു വീട് അങ്ങ് തയ്യാറാക്കി ഒരാൾ. അയാൾക്കൊരു പൂതി, നാട്ടുകാർക്കൊക്കെ ഒരു വിഭവം, സമൃദ്ധമായൊരു പാർട്ടി കൊടുക്കണം. എന്തിനാ? എൻ്റെ പൊരേന്ന് കാണിച്ചു കൊടുക്കാൻ അല്ലേ? അള്ളാഹുവിൻ്റെ നിഅമത്തുണ്ടാകുമ്പോൾ സന്തോഷിക്കാം, അതിനെന്തെങ്കിലും ചെലവ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ അതൊന്നും ഒരിക്കലും എന്ത് ചെയ്യരുത്, അള്ളാഹുവിനെ മറന്നുകൊണ്ടൊരു രൂപത്തിലാവാൻ പാടില്ല. ഇയാളെ പൊരേന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ള തന്നെ ലക്ഷ്യം. എല്ലാവരും വിളിച്ചു വരുത്തി, എല്ലാവർക്കും അടിപൊളി ഫുഡും കൊടുത്തു, എല്ലാവരും അത് കഴിച്ചു. അവർ പല്ലിൽ കുത്തി. ആചാരോട്, എന്നാ ആചാര്യ ഞങ്ങൾ വരട്ടോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പോയാൽ സലാം കൊണ്ട് മാത്രം നിങ്ങൾ തൃപ്തിയാവോ? ഇല്ല. നിങ്ങൾക്ക് തൃപ്തിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ആചാരോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പോരുന്നതിന് മുമ്പ് ആചാര്യ എന്തൊക്കെയാ പറഞ്ഞവരൊക്കെ പരിപാടിക്ക് വന്നിട്ടുണ്ടോ? ഏകദേശമൊക്കെ എത്തി. അപ്പം ഞാൻ വെറുതെ എങ്ങനെ ചോദിക്കുക, ആചാര്യ ഈ ഗ്രാനൈറ്റിന് എത്രയാ വില? സ്ക്വയർ ഫീറ്റിന് എന്താ വില? ഇത് എവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയത്? എവിടുന്നാണ് നിങ്ങളിത് എടുത്തത്? ഈ ഡോറ് വളരെ ഉഷാറായിട്ടുണ്ടല്ലോ, ഇത് ഏതാശാരിയാ പണിയെടുത്തത്? ഈ മരം നിങ്ങൾ എവിടെന്നാ കൊണ്ടുവന്നത്? ഈ ജനവാതിലിൻ്റെ ഡിസൈൻ ഇതാരാണ്?
കണ്ടെത്തിയത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ ആചാര്യൻ ഇങ്ങനെ ഞെളിയും. എല്ലാം മുതലായിപ്പോയി, 1,00,000 മുതലായിപ്പോയി. ആചാര്യക്ക് ഇങ്ങനെ തോന്നും. നേരെ മറിച്ച് ഇതൊന്നുമില്ലെങ്കിലോ, ഇതൊന്നുമില്ല, എല്ലാവരും ഭക്ഷണം കഴിച്ചവരുടെ അഭിപ്രായം പറയാതെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോന്ന ആചാര്യൻ ഇങ്ങനെ പറയും, ഇവന്മാർക്കായല്ലോ ഞാൻ തിന്നാൻ കൊടുത്തത്, ഇവർക്ക് വിഴുങ്ങാൻ കൊടുത്തത് വേറെ ആർക്കും കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആലോചിക്കും. കാരണം മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അനുമോദനങ്ങൾ. നോക്ക്, നിങ്ങൾ സ്വർഗത്തിൽ വന്നിട്ട് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ, ഫനിഅമ ഉഖ്ബദ്ദാർ, എത്ര നല്ല ഭവനം. അങ്ങനെ തന്നെയാണ്. അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകട്ടെ. പടച്ചോനെ, ഇത് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ? പക്ഷെ ഇത് പറയുമ്പോൾ കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഇരുന്ന് മലക്കുകളുടെ സലാം മടക്കി മലക്കുകളുടെ അനുമോദനത്തില് ഹൃദയം നിറയാൻ എത്ര പേർക്ക് സാധിക്കുമെന്ന് ഈ സദസ്സിലിരിക്കുന്ന ആണും പെണ്ണും ആലോചിക്കണം. ഇത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട കാര്യമാണ്, സഗൗരവം ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് തമാശയല്ല. ഇന്ന് നമ്മളൊക്കെ വീടിന്റെ അവസ്ഥ എന്താ? ഒരുമിച്ച് സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റണ കോലാണോ? കെട്ടിയോള് സ്വർഗത്തിൽ വരും എന്നുള്ള വല്ല പ്രതീക്ഷയുണ്ടോ? കെട്ടിയോൻ സ്വർഗത്തിൽ എത്തുന്ന സഹോദരിമാരെ നിങ്ങൾക്ക് വല്ല പ്രതീക്ഷയുണ്ടോ? ഈ പോക്ക് പോയാൽ നമ്മളെ മക്കളൊക്കെ ഈ കോലത്തിൽ പിടുത്തം വിട്ട് നടക്കുകയാണെങ്കിൽ ഇവർ സ്വർഗത്തിലേക്ക് എത്തുന്ന വല്ല പ്രതീക്ഷയും നിങ്ങൾക്കുണ്ടോ? ഇതേക്കുറിച്ചൊരു മാറിയാലോചന, ഒരു പുനരാലോചന നമുക്ക് ആവശ്യമല്ലേ മോമിനിങ്ങളെ, മോമിനാത്തുകളെ? നിർബന്ധമായും വേണം. ഇവിടെ സന്തോഷപൂർവ്വം ജീവിച്ച ഭാര്യയും കുട്ടികളും നാളെ സ്വർഗത്തിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും കൊതിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഖുർആനാ പറഞ്ഞത്, സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം അള്ളാനെ കാണലാണ്, മുത്തുനബിയെ കാണലാണ്, അവരുടെയൊക്കെ ചാരത്തണയലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലെ സുഖം സ്വന്തം വാപ്പി ഉമ്മയും മക്കളും ഒരുമിക്കല. അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ, അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ, അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. എൻ്റെ ഉപ്പ 8-ാം വയസ്സിൽ എന്നെ പിരിഞ്ഞു. എനിക്കതിയായ മോഹമുണ്ട്. ഞാനിത് പറയുമ്പോഴൊക്കെ ദ്വാരക്കാറുണ്ട്, പടച്ചോനെ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. അതുപോലെ ഈ സദസ്സിലുള്ളവരുടെ ഉപ്പമാർ മരിച്ചവർ, ഉമ്മമാർ മരിച്ചവർ, മക്കൾ മരിച്ചവർ, ഭാര്യമാർ മരിച്ചവർ, ഭർത്താക്കന്മാർ മരിച്ചവർ, അള്ളാഹുവെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. എന്ത് പോരായ്മയുണ്ടെങ്കിലും നിനക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിയുമല്ലോ. അള്ളാഹുവെ പുറത്തു തരണേ അല്ലാ, ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇതിൽ സന്തോഷിക്കാത്ത മനസ്സുണ്ടാവുമോ? ഏതെങ്കിലും ചുരുക്കം ചിലരൊക്കെ ഉണ്ടാകും. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇത് പറയുമ്പോൾ. ഞാനൊരിക്കൽ ഇവിടെ ഉള്ള ഭാര്യക്കും ഭർത്താവിനും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന് എൻ്റെ സീരിയൽ ഖുർആൻ ക്ലാസ്സിൽ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഒരു മധ്യവയസ്കനായ ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്നും ഞായറാഴ്ച ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടാകൽ. അതെന്താ? എന്തെങ്കിലും ഒന്ന് പുതിയത് കിട്ടും, ഭയങ്കര സന്തോഷം. ഇന്ന് എനിക്ക് ആകെ ചടച്ചു ഉസ്താദെയാണ്. എന്തേന്ന് വെച്ചു, ഇന്ന് നിങ്ങൾ പറഞ്ഞു ഈ ദുനിയാവിലെ പെണ്ണെന്നെ നാളെ സ്വർഗത്തിലും കിട്ടും. എന്നാൽ ഉസ്താദേ, ഞാൻ വിചാരിച്ചു ഒരു 10-40 കൊല്ലം ഈ പാത്തുമ്മാനെ സഹിച്ചാൽ മതി, ഇവള് സ്വർഗത്തുക്കും കൂടെ വരികയാണെങ്കിൽ എനിക്ക് വേണ്ട ഉസ്താദേ. കാരണം അത്രത്തോളം പാത്തുമ്മ നന്നാകും, അതുകൊണ്ടാണത്, അല്ലേ? അല്ലാതെ വേറൊരാൾക്കും അങ്ങനെ തോന്നൂല. ആരെങ്കിലും ചുരുക്കം ആളുകൾക്കൊക്കെ ഉണ്ടാകും, അത് പാത്തുമ്മാത്താൻ്റെ ഗുണം കൊണ്ടുമായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, അങ്ങനെ കടക്കൂല എന്നുള്ള പ്രതീക്ഷയില്ല, കുറച്ച് നിസ്കാരം നോമ്പൊക്കെ ഉള്ള ടൈപ്പാ, അതുകൊണ്ട് കുത്തി കടന്നു വരാൻ തന്നെ ആ സാധ്യത. തമാശയായിട്ട് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇത് ആഗ്രഹിക്കുന്നവരാണല്ലോ അധിക പേരും. എന്നാൽ ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു, നിങ്ങളൊരു വിഷയമാക്കണ്ട. കാരണം നിങ്ങൾ പഴയ പാത്തുമ്മക്കുട്ടിയാണോ എന്ന് സംശയിക്കും അവിടെ എത്തുമ്പോൾ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? സൗന്ദര്യത്തിൻ്റെ കുറവാണോ? ആരോഗ്യത്തിൻ്റെ കുറവാണോ? സ്വഭാവ ദൂഷ്യാണോ പ്രശ്നം? സൗന്ദര്യ ആരോഗ്യമൊന്നും ബാധിക്കാറില്ല ഈ വിഷയത്തിൽ. ഏറ്റവും കൂടുതൽ ഭർത്താക്കന്മാരെ ചടപ്പിക്കൽ, സഹോദരിമാരെ, നിങ്ങൾ 1.5 മീറ്ററുള്ള നാക്കാണ്. ആ നാക്കാണ് ഒരു ഭർത്താവിനെ ചടപ്പിക്കാറുള്ളത്. അതാണ് പറ്റിക്കുക. അപ്പൊ അതൊക്കെയാണോ? അതൊന്നും ഉണ്ടാകൂല. നാളെ സ്വർഗത്തിലേക്കാട്ട് വരുമ്പോലെ ബഹുഭാരിത്വം സമ്മതിക്കുന്ന ലോകമാണ് സ്വർഗമെങ്കിൽ അവിടെ തന്നെ പെണ്ണ് പരമാവധി ഒതുങ്ങും എന്നുള്ളത് ഉറപ്പാണല്ലോ, അല്ലേ? ഇവിടുന്ന് നിങ്ങളതൊന്ന് പറഞ്ഞു നോക്കുമല്ലോട്. സ്വർഗത്ത് കടന്ന് അതിൽ യാതൊരു എതിർപ്പും ഉണ്ടാവാൻ പാടില്ലല്ലോ. എന്തേ കാരണം? ഈ പെണ്ണ് സ്വർഗത്തിൽ വന്നിട്ട് എങ്ങനെ സമ്മതിക്കുമോ? ബഹുഭാരിത്വം സമ്മതിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനാണ് സ്വർഗത്ത് കടക്കണതിന് മുമ്പുണ്ട് ഒരു പരിപാടി, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഖില്ല്, അല്ലേ? പോരും കുശുമ്പും കുറുമ്പും ഒക്കെ ഊരി വെച്ചിട്ട് അള്ള വിടുക. ഹൃദയത്തിലുള്ള പോരും കുശുമ്പും കുറുമ്പും വലിച്ചൂരും, വേരോടെ പിഴുതെടുക്കും. ഇനി പൊയ്ക്കോ ശുദ്ധ മനസ്കരായിട്ട്. പിന്നെ പോരില്ല, കുറുമ്പില്ല, കുശുമ്പില്ല. എല്ലാവർക്കും പരസ്പരം പങ്കുവെക്കാനുള്ളൊരു നല്ല മനസ്സ്. ആ രൂപത്തിലായിരിക്കും അവിടെ എത്തുക. അവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
ഒരു കാരണവശാലും ഇടുങ്ങിയ മനസ്സില്ല, സങ്കുചിതത്വമല്ല, നല്ല ഹൃദയവിശാലതയായിരിക്കും എല്ലാവർക്കും. അള്ളാഹു നമ്മളെ അങ്ങോട്ട് എത്തിച്ചു തരട്ടെ. അനന്തമായൊരു ലോകം, പുതുമയോട് ആസ്വദിച്ച് അനന്തമായ നാളുകൾ ജീവിക്കാൻ പറ്റുക. പുതുമ ഇല്ലാഞ്ഞാൽ അനന്തമായ ലോകം ബോറടിപ്പായിരിക്കും. അതുകൊണ്ടാണ് പുതുമ ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു, പുതുമയോടുകൂടെ അനന്തമായൊരു ലോകം, എത്ര ജീവിച്ചാലും മടുക്കാത്തൊരു ലോകം. അള്ളാഹുവെ, ഞങ്ങളെ നീ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യയെയും മക്കളെയും എത്തിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബെ, വാപ്പ ഉമ്മമാരെ എത്തിക്കണേ അല്ലാ. വേണ്ടപ്പെട്ടവരെയൊക്കെ എത്തിക്കണേ അല്ലാ. ഉസ്താദുമാരെയും നേതാക്കന്മാരെയും എത്തിക്കണേ അല്ലാ. സഹപ്രവർത്തകരെ എത്തിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബെ, എല്ലാവരെയും എത്തിച്ചു തരണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് വായിക്കാം. കാന യഅതി ഖുബൂറ ശുഹദാ, ഖുബൂറു ശുഹദാ, ശുഹദാക്കളുടെ ഖബറിൻ്റെ അടുത്ത് വരും. ഉഹദിൽ, ബദറിൽ ശുഹദാഇൻ്റെ ഖബറിൻ്റെ അടുത്ത് മുത്തുനബി വരും. അലാ റഅസി കുല്ലി ഹൗലിൻ, എല്ലാ വർഷവും തികയുമ്പോൾ. നമ്മൾ ഈ ആണ്ട് കഴിക്കുക എന്നൊക്കെ ഉള്ളൊരു പരിപാടി ഉണ്ടല്ലോ, ആണ്ട് കഴിക്കുക, ഉറൂസ് കഴിക്കുക. കൊല്ലം തികയുമ്പോൾ, എല്ലാ ദിവസവും കൊല്ലം തിരിഞ്ഞെത്തുമ്പോൾ, അവർ മരിച്ച ഡേറ്റ് ആകുമ്പോൾ, ആണ്ടാകുമ്പോൾ മുത്തുനബി ശുഹദാക്കളുടെ അടുത്ത് വരും. ബദറിലും ഉഹദിലും ഒക്കെ വന്നിട്ട് ഫയഖൂലു, മുത്തുനബി പറയും, സലാമുൻ അലൈക്കും ബിമാ സ്വബർതും ഫനിഅമ ഉഖബദ്ദാർ വകദാ അനിൽ ഖുലഫാഇൽ അർബഅത്തി റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതേ രൂപത്തിൽ ആണ്ടിലൊരിക്കൽ നബിതങ്ങൾ കാണിച്ച ഈ മാതൃക സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി താലിബ് കാണിച്ചിരുന്നു. അതാ നമ്മൾ ആണ്ട് കഴിക്കുന്നത്. ഇതൊക്കെ അബൂ സഈദ് റളിയല്ലാഹു അൻഹു എഴുതി വച്ചിരിക്കുന്നു. അപ്പം എന്തേ പറഞ്ഞു വന്നത്? ഞാൻ ഇവിടെ അത് പറയാൻ കാരണം, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, അവിടെ ചെന്നവരോട് പറയുന്ന വാക്ക്. ഇനി ഈ സലാം ആരാണ്? നല്ല മനുഷ്യന്മാർ മരിക്കുമ്പം മലായിക്കത്ത് വന്ന് അനുമോദിച്ചു പറയുന്നതാണ്. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു തയ്യിബീൻ, സന്തുഷ്ടരായി മലക്കുകൾ റൂഹ് പിടിക്കുന്ന മുഅ്മിനീങ്ങൾ. യഖൂലൂന, ആ മലക്കുകൾ ആ മുഅ്മിനീങ്ങളോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സർവ്വവിധ രക്ഷയും ഉണ്ടാവട്ടെ, ശാന്തിയുണ്ടാവട്ടെ കൂട്ടരെ. ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയി പ്രവേശിച്ചോളൂ. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ഒരുപാട് നിസ്കരിച്ചതല്ലേ, നോമ്പ് നോറ്റതല്ലേ, ഖുർആൻ ഓതിയതല്ലേ, സ്വതക്ക ചെയ്തതല്ലേ, ദീനീ വേദികളിൽ പങ്കെടുത്തതല്ലേ, സംഘടിപ്പിച്ചതല്ലേ, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതല്ലേ, നാണം മറച്ച് പടച്ചോനെ പേടിച്ച് ജീവിച്ചവരല്ലേ, ഭർത്താവിനെ അനുസരിച്ചവരല്ലേ. ബിമാ കുന്തും തഅമലൂൻ. ഇങ്ങനെയാണ് രക്ഷ കൊണ്ട് പ്രാർത്ഥിക്കണം. ആർക്ക്? ഹിദായത്തിനെ പിന്തുടർന്നവർക്ക് രക്ഷ കൊണ്ട് പ്രാർത്ഥിക്കണം, സലാം കൊണ്ട് പ്രാർത്ഥിക്കണം. അസ്സലാമു ജല്ല ജലാലു എന്ന ഇസ്മ ചർച്ച ചെയ്യുമ്പോൾ മഹാന്മാര് പറയുന്നു, സലാം കൊണ്ട് അല്ലാഹു ദുആരക്കാൻ പഠിപ്പിക്കുന്നു. ആർക്ക്? വസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, ഹിദായത്തിനെ പിന്തുടർന്നവർക്ക് സലാം. അവരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാ. എല്ലാ അണ്ടനും അടകോടനും പറയണമെന്നല്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നല്ലവരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞില്ല അത്തഹിയാത്തിൽ നല്ലവർക്ക് വേണ്ടി മുഴുവൻ സലാം പറയുന്നുണ്ട്. ഒരാൾ നന്നായി കിട്ടിയാൽ എത്ര ഭാഗ്യമാണ്. സാലിഹാവുക എന്ന് പറഞ്ഞാൽ ചെറിയ ഭാഗ്യമല്ല മുഅ്മിനീങ്ങളെ. നോക്ക് നിങ്ങൾ, നമ്മൾ ഇന്ന് മഗ്രിബ് നിസ്കരിച്ചു. മഗ്രിബ് നിസ്കരിച്ചപ്പോൾ ഞാനും നിങ്ങളും അത്തഹിയാത്ത് ഓതിയില്ലേ? അത്തഹിയാത്ത് ഓതി നമ്മൾ നിസ്കരിച്ചപ്പോൾ നമ്മളെ ചിന്ത എവിടെയൊക്കെ ആയിരുന്നു? എത്രയൊക്കെ നിസ്കാരങ്ങളാ നമുക്ക് കൃത്യമായി കിട്ടാറുള്ളത്, നഷ്ടപ്പെടാതെ കിട്ടാറുള്ളത്, ഒക്കെ ആലോചനാ വിഷയമാണ്. എന്നാലും ഞാൻ ചോദിക്കട്ടെ, സാലിഹായി കിട്ടിയാൽ ആ മനുഷ്യന് കിട്ടുന്ന പ്രാർത്ഥന എവിടെ നിന്നൊക്കെയാണ്? ഇന്ന് ഹറമിൽ എത്ര ആയിരങ്ങളാ നിസ്കരിച്ചത്. 2 ഹറമുകളിൽ നിന്ന് അത്തഹിയാത്ത് ഓതുമ്പം, അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, മുത്തുനബിയെ തങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സലാം ഉണ്ടാവട്ടെ. മുഅ്മിനീങ്ങളെല്ലാവരും പറഞ്ഞില്ലേ? ഇന്ന് മഗ്രിബ് നിസ്കരിച്ചപ്പോൾ ഞാനും പറഞ്ഞു, നിങ്ങളും പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും പറഞ്ഞു. എറണാകുളം ജില്ലക്കാർ മാത്രമല്ല, എൻ്റെ മലപ്പുറത്തുകാർ മാത്രമല്ല, കോഴിക്കോട്ടുകാർ മാത്രമല്ല, തൃശ്ശൂരിലുള്ളവർ മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, കേരളക്കാരല്ല, ഇന്ത്യക്കാരല്ല,
എല്ലാ രാഷ്ട്രത്തിലുമുള്ളവർ സലാം ചൊല്ലി. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തുകളും നബിയെ തങ്ങളുടെ മേലിലുണ്ടായിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അസ്സലാമു അലൈനാ, ഞങ്ങളുടെ മേലിൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടായിരിക്കട്ടെ. ഈ പള്ളിയിൽ നിസ്കരിക്കുന്ന ഞങ്ങളുടെ മേൽ, ഒറ്റക്കാണെങ്കിൽ എൻ്റെ മേൽ, എൻ്റെ കൂട്ടുകുടുംബങ്ങളുടെ മേൽ, വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ, രാജ്യത്തെവിടെയൊക്കെ സാലിഹീങ്ങളായ മനുഷ്യരുണ്ടോ ആ സാലിഹീങ്ങളായ മനുഷ്യരുടെ മേൽ മുഴുവനും അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. ഇതാണ്ട് ദ്വാരക്കുമ്പളേ എന്തായാലും എല്ലാവരും ഇപ്പൊ നമ്മളെ പോലെ ആവില്ലല്ലോ കരക്കാര്. അല്ല നേരെ ഏറ്റെടുക്കുന്ന ഒരുപാട് അത്തഹിയാത്തുകൾ ഉണ്ടാവൂലേ? ആ അത്തഹിയാത്തിൽ നമുക്ക് ഇടം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സാലിഹാവണം. ആ ലിസ്റ്റിൽ നമ്മൾ പെടണമെങ്കിൽ നന്നാവണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നന്നാവണം. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഇതൊരു ഭാഗ്യാണ്. എന്തൊരു ഭാഗ്യ നമുക്ക് കിട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തും സലാമും, അവിടെയും സലാമുണ്ട്. അലൈഹിസ്സലാം എന്ന് കേൾക്കണം. നബിമാരുടെ പേര് പറയുമ്പോഴൊക്കെ അലൈഹിസ്സലാം പറയണം. കാരണം അള്ളാഹു തന്നെ അവരുടെ പേരിൽ സലാം പറഞ്ഞത് ഖുർആനിലുണ്ട്. നബിമാരുടെ പേര് കേൾക്കും എന്തിനാ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പഠിപ്പിച്ചെന്നതാണ്. എനിക്ക് സമയമല്ല, ഖുർആൻ എടുത്തു പറയാൻ ഇനി സമയമല്ല. അതുകൊണ്ട് സൂചന മാത്രം തരാം. സൂറത്തുൽ സാഫാത്തിയിൽ وتركنا عليه في الآخرين سلام على نوح في العالمين. നൂഹ് നബിയുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. അല്ലാഹ് പറയാം സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. ഈ അധ്യായത്തിൽ തന്നെ ഒരുപാട് നബിമാരുടെ പേരിൽ അല്ലാഹു ഇത് എടുത്തെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണാം. സലാമുൻ അലാ ഇബ്രാഹിം 109, സലാമുൻ അലാ മൂസാ വ ഹാറൂൻ 120, സലാമുൻ അലാ ഇല്യാസീൻ 130. ആയത്തുകളിൽ ഇങ്ങനെ കാണാം. 181 വചനത്തിൽ മൊത്തം പ്രവാചകന്മാരെ കുറിച്ച് പരാമർശിച്ചിട്ട് പറഞ്ഞു വസലാമുൻ അലൽ മുർസലീൻ. മുഴുവൻ പ്രവാചകന്മാരുടെ പേരിലും അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. സൂറത്തു സഫാത്തിൽ അല്ലാഹു ഓരോ നബിമാർക്കും ഓരോ സലാം. സലാമുൻ അലാ നൂഹ്, സലാമുൻ അലാ ഇബ്രാഹിം, സലാമുൻ അലാ ഇല്യാസീൻ, സലാമുൻ അലാ മൂസാ വ ഹാറൂൻ. അങ്ങനെ പറയുന്നു. എത്ര ഹൃദ്യമാണ് ഇതൊക്കെ. നമ്മൾ ഖുർആൻ ഈ അർത്ഥത്തിലൊക്കെ ഇതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഓതുകയാണെങ്കിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നാൽ ഇവിടെ അള്ളാഹു പറഞ്ഞു എന്നത് ശരി. മറ്റുള്ളവർ അങ്ങനെ നബിമാരുടെ പേര് കേൾക്കുമ്പോൾ പറയണം എന്നുള്ള കൽപ്പനയൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന ചിലരുണ്ട്. അവർക്ക് മറുപടി ഖുലിൽ ഹംദുലില്ലാഹ് വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. സൂറത്തുൻ നംൽ 59 അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറയണം. വസ്സലാമുൻ അലൽ മുർസലീൻ, മുഴുവൻ പ്രവാചകന്മാരുടെ പേരിലും സലാം. വസ്സലാമുൻ അലൽ മുർസലീൻ എന്നും നീ പറയണം. ഞാൻ കഥ വിവരിച്ചു തന്നവരുടെ മേലിലും വിവരിച്ചു തരാത്തവരുടെ പേരിലും. ഖുർആനിൽ കഥ പറഞ്ഞത് 25 അമ്പിയാക്കളുടേതേ ഉള്ളൂ. അതല്ലാത്തവരുടേതും പേര് കേൾക്കുമ്പോൾ നീ സലാം ചൊല്ലണം. അബൂ സഈദ് റളിയല്ലാഹു അൻഹു അതിനർത്ഥം കൊടുത്തത് അങ്ങനെയാണ്. സലാം ചൊല്ലണം, അലൈഹിസ്സലാം എന്ന് പറയണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മഹാനവറുകൾ പറഞ്ഞു. ഇനി അല്ലാഹു സലാമാണെന്ന് പറഞ്ഞു. അല്ലാഹു സലാമായിരിക്കെ അവന് വേണ്ടി രക്ഷ കൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടി രക്ഷ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹു വേറുള്ളവർക്ക് രക്ഷ കൊടുക്കല്ലാതെ അള്ളാഹുവിന് രക്ഷ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു സലാം പറഞ്ഞയച്ചു. നബിതങ്ങൾക്ക് സലാം പറഞ്ഞയക്കാറുണ്ട്. അപ്പൊ നബിതങ്ങൾ എന്താ സലാം മടക്കൽ അലൈഹിസ്സലാം എന്ന് പറയോ? അള്ളാഹിന്റെ മേലും രക്ഷ ഉണ്ടായിരിക്കട്ടെ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇത് കണ്ടുപഠിച്ചത് കൊണ്ടാണ് വിവരമുള്ള ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ആരാ ഖദീജത്തുൽ കുബ്ര? അള്ളാഹു നേരിട്ട് ഖദീജ ബീവിക്ക് അള്ളാഹുവിന്റെ റസൂൽ മുഖേന സലാം പറഞ്ഞയക്കുന്നു. കേട്ടോളൂ, നസായിയാണ് സംഭവം ഉദ്ധരിക്കുന്നത്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ ഇദാ സല്ലൈനാ മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽനാ അസ്സലാമു അലല്ലാഹ് ഖബ്ല ഇബാദിഹി, അസ്സലാമു അലാ ജിബ്രീൽ, അസ്സലാമു അലാ മികായിൽ, അസ്സലാമു അലാ ഫുലാൻ വസ്സലാമു അലാ ഫുലാൻ. ഇങ്ങനെ
ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ അസ്സലാമു അലല്ലാഹ്, അള്ളാഹിൻ്റെ പേരിലൊരു സലാം, എല്ലാ ഇബാദുകളുടെയും മുമ്പ് അള്ളാഹുവിൻ്റെ മേൽ സലാം, പിന്നെ ജിബ്രീലിന് സലാം, മീകായിലിന് സലാം, അസ്രായിലിന് സലാം, ഇങ്ങനെ ഓരോരുത്തർക്കും സലാം ഇങ്ങനെ പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹു തന്നെ രക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിലിരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ അള്ളാഹുവിൻ്റെ പേരിൽ സലാം പറയരുത്, മറിച്ച് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്, സലാത്തും സലാമും ഒക്കെ അള്ളാഹുവിന് അധികാരപ്പെട്ടതാണ്, അങ്ങനെ പറഞ്ഞാൽ മതി ഇന്നു മുതൽ എന്ന് പറഞ്ഞ അസ്സലാമു അലൈക അയ്യുഹൻ നബി ഇങ്ങനെ അങ്ങോട്ട് ചൊല്ലിച്ച് പഠിപ്പിച്ചു. എന്നിട്ട് നബി പറഞ്ഞു വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ വരെ നബി ചൊല്ലിക്കൊടുത്തത് മനപ്പാഠമാക്കിച്ചിട്ട് പറഞ്ഞു, ഫഇന്നഹു ഇദാ ഖാല ദാലിക്, ഇത് ആരാണോ പറയുന്നത്, അസാബ കുല്ല അബ്ദിൻ സാലിഹിൻ ഫിസ്സമാഇ വൽ അർള്, ആകാശഭൂമികളിലുള്ള സാലിഹീങ്ങളായ മുഴുവൻ മനുഷ്യന്മാർക്കും ആ പ്രാർത്ഥനയുടെ ഗുണം കിട്ടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ സലാം അടക്കിയത്, ഖദീജ ബീവിക്ക് സലാം പറഞ്ഞയക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജാ ജിബ്രീലു ഇലൻ നബി വഇൻദഹു ഖദീജ, ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ അടുത്ത് വരുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുണ്ട്. ആ സമയത്ത് ഖദീജ ബീവി റസൂലുള്ളാഹിക്ക് വേണ്ടി എല്ലാം സഹിച്ച പത്നിയാണല്ലോ, എല്ലാം സഹിച്ച പത്നി ബീവിയാണ് ഖദീജത്തുൽ കുബ്ര. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നല്ലാഹ യുഖ്രിഉ ഖദീജത്തസ്സലാം, നബിയെ അല്ലാഹു ഖദീജ ബീവിക്ക് ഒരു സലാം പറഞ്ഞിട്ടുണ്ട്, പറയണം. ആ സമയത്ത് ഖദീജ ബീവി ആ സലാം ജിബ്രീൽ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞപ്പോൾ അസ്സലാമു അലൈക്കി എന്ന് അല്ലാഹു നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഖദീജ എന്ന് പറഞ്ഞപ്പം ഫഖാലത്ത്, ബഹുമാനപ്പെട്ട ഖദീജ ബീവി പറഞ്ഞത് അലല്ലാഹി സലാം എന്നല്ല, വഅലൈഹി സലാം എന്നല്ല, മറിച്ച് പറഞ്ഞത് കേട്ടോളൂ, ഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹു തന്നെ രക്ഷയാണ്, അതുകൊണ്ട് അവന് രക്ഷ കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതില്ല. എന്നാൽ എനിക്ക് സലാം പറഞ്ഞയച്ചത് ജിബ്രീലിന്റെ പക്കലാണ്. വഅലാ ജിബ്രീലസ്സലാം, ജിബ്രീലിന് സലാം ഉണ്ടാവട്ടെ. വഅലൈക്കസ്സലാം, നബി തങ്ങളെ എന്നോട് പറഞ്ഞ നിങ്ങൾക്കും ഉണ്ടാവട്ടെ. അങ്ങനെയാണ് പറഞ്ഞാക്കും രണ്ടാക്കും സലാം പറയണം. ഒരാൾ സലാം പറഞ്ഞയച്ചു, ഞാൻ നിങ്ങൾക്ക് ഒരാളെടുത്ത് സലാം പറഞ്ഞയച്ചു, അയാൾ നിങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾക്കൊരു സലാം പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് നിർത്തരുത്, വഅലൈക വഅലൈഹിസ്സലാം, നിന്റെ മേലും അയാളുടെ മേലും രക്ഷ ഉണ്ടായിരിക്കട്ടെ. അങ്ങനെയാണ് പറഞ്ഞയച്ച സലാം മടക്കേണ്ടത് എന്നാണ്. വഅലൈക വഅലൈഹിസ്സലാം, വഅലൈക വഅലൈഹിസ്സലാം, രണ്ടാൾക്കും. ഇവിടെ കണ്ടോ നിങ്ങൾ, അതിന് അള്ളാഹുവിന് മടക്കാൻ വയ്യ, അപ്പൊ അള്ളാഹു സലാമാണെന്ന് പറഞ്ഞു, പിന്നെ ജിബ്രീലിന് നബിക്ക് രണ്ടാക്കും മടക്കി. ജിബ്രീലിന്റെ മേലും സലാം ഉണ്ടാവട്ടെ, തങ്ങളുടെ മേലും സലാം ഉണ്ടാവട്ടെ, വറഹ്മത്തുള്ളാഹ്. ഇവിടെ സലാം പറയുന്നത് അതിൻ്റെ മഹത്വം, അതിൻ്റെ മര്യാദകൾ എല്ലാം വിശദീകരിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു, സമയമില്ലാത്തതുകൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇനി അവസാനമായി നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്താ? അത് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സലാമാണെങ്കിൽ, അല്ലാഹു എല്ലാ അർത്ഥത്തിലും രക്ഷയാണെങ്കിൽ, അള്ളാഹുവിൽ നിന്ന് ഒരാൾക്കും ശല്യം ഉണ്ടാകൂല എങ്കിൽ, അള്ളാഹുവിന്റെ സ്വഭാവം നിന്റെ ജീവിതത്തിലും നീ സ്വാംശീകരിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഒരു കാരണവശാലും നീ ഒരാൾക്കും ശല്യമല്ലാതിരിക്കുക. ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠാണ്. അയൽക്കാരന് ശല്യാവരുത്, പാപ്പക്ക് ശല്യാവരുത്, ഉമ്മക്ക് ശല്യാവരുത്, ഭാര്യക്ക് ശല്യാവരുത്, ഭർത്താവിന് ശല്യാവരുത്, ഒരാളും നിന്നെ കൊണ്ട് ശല്യമായി പോകരുത്. ആലിമും സയ്യിദും സാധാരണക്കാരനും ആരും ശല്യത്തിലാവരുത്. ആരെയും ശല്യം ചെയ്യാതിരിക്കാം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവനാണ് മുസ്ലിം. മറ്റുള്ളവർ ഇവന്റെ നാക്കിൻ്റെയും കയ്യിൻ്റെയും ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴേ അവനെ മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. വസ്സലാമു ജല്ല ജലാലു. അള്ളാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും നീ ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. അള്ളാഹു സമാധാനവും രക്ഷയും ശാന്തിയുമാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഭൂമിയിലെ സമാധാനം തകർക്കരുത്, ഒരു കാരണവശാലും തകർക്കരുത്. ഇന്നലെ നിങ്ങൾ കേട്ടില്ലേ, അന്യമതസ്ഥരോടൊപ്പം എത്ര സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് പഠിപ്പിച്ചത്. ഒരു കാരണവശാലും ഈ ഭൂമിയിൽ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ കുഴപ്പക്കാരാകാൻ പാടില്ല. ഇത് രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നത് മുസ്ലിമീങ്ങളാണ് എന്ന നിലക്കല്ല പറയുന്നത്. രാജ്യത്ത് പല ഭാഗങ്ങളിൽ നിന്നും കുഴപ്പങ്ങൾ ഉണ്ടാവുന്നു, ഉറപ്പാണ്. എല്ലാ മതക്കാരിലും തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ഉണ്ട്, സത്യമാണ്. പക്ഷേ മുസ്ലിമീങ്ങളിൽ നിന്നൊരു വിഭാഗം അങ്ങനെ ഉണ്ടായിക്കൂടാ. കാരണം നമുക്ക് അള്ളാഹു നമ്മെ വിചാരണ ചെയ്യുമെന്ന ബോധമുണ്ട്.
നാളെ പടച്ചോന്റെ അടുത്ത് ഹിസാബുണ്ട് എന്ന ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞ ആയത്തുൽ കുർസിയിൽ അള്ളാഹു എത്ര ഗൗരവത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ ഒരാൾക്ക് തോന്നും, എന്നാൽ പിന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തോനെ അള്ളാന്റെ വെള്ളം കുടിച്ച് അള്ളാന്റെ ഭക്ഷണം കഴിച്ച് അള്ളാന്റെ വായു ശ്വസിച്ച് ഇവിടെ കഴിയാൻ അനുവദിക്കണ്ട എന്ന് തോന്നിപ്പോകും. ഉടനെ അള്ളാഹു അടുത്ത ആയത്ത് എന്താ പറഞ്ഞത്? ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല, മതത്തിൽ ബലാത്കാരമില്ല. മനസ്സിലാക്കണം, വളരെ സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ തൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്. തൻ്റെ ഒരു അടിമ പയ്യനുണ്ടായിരുന്നു, അവൻ ജൂതനായിരുന്നു. അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്ന സംഭവമാണിത്, എവിടെയെങ്കിലും ഉള്ളതല്ല. അവനോട് പറഞ്ഞു, മോനെ നീ മുസ്ലിം ആവുകയാണെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കും, വിശ്വസിക്കാൻ കൊള്ളുന്നവനാ നീ. പക്ഷേ ഒരു സംഘടനയ്ക്ക് അതിൻ്റെതായ സ്വകാര്യവും കാര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്നും കൂടി ഉറപ്പിക്കാൻ നീ മുസ്ലിം ആവുകയാണെങ്കിൽ. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ എങ്ങനെയും വിശ്വസിക്കാം, പക്ഷെ മുസ്ലിം ആകാൻ എന്നെ വിളിക്കരുത്. ആരോടായി പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബിനോട്. ആരാ ഉമർ ഇബ്നുൽ ഖത്താബ്? അവരെക്കാൾ വലിയ ഒരു കടുംപിടുത്തക്കാരൻ വേറെ ഉണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന ആയത്ത് ഉള്ളതുകൊണ്ട് നിനക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഇത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഒക്കെ ശേഷമാണല്ലോ ഇത് പറഞ്ഞിരിക്കുക. അപ്പം ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നതിൻ്റെ ആശയം ദുർബലമല്ല എന്ന് പറഞ്ഞ അഭിപ്രായത്തോടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടെ കൂടുതൽ ഈ വിഷയം പൊരുത്തപ്പെടുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകോദര സഹോദരങ്ങളായിട്ട് മാനുഷിക മൂല്യങ്ങൾ എല്ലാവർക്കും വകവെച്ചു കൊടുത്ത് ഈ ഭൂമിയിൽ അള്ളാഹു വെച്ചിരിക്കുന്ന ഭക്ഷണവും വെള്ളവും അന്നവും ഇതൊക്കെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ സ്വൈരമായിട്ട് എല്ലാവർക്കും ജീവിക്കണം, സ്വസ്ഥതയും സമാധാനവും വേണം. അത് തകർക്കാൻ ഒരു മതക്കാരും ഒരുങ്ങരുത്, മുസ്ലിമീങ്ങൾ എന്തായാലും ഒരുങ്ങിക്കൂടാ. കാരണം നമ്മെ വിചാരണ ചെയ്യും അള്ളാഹു. ആ ബോധം വേണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു.